പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളിൽ ദിഗ്രഹ യോഗങ്ങളാണ്. ഈ യോഗത്തിൽ ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ചന്ദ്രനും ബുധനും തമ്മിലുള്ളൊരു യോഗമാണ്. ചന്ദ്രനും ബുധനും കൂടി വന്നാൽ അതൊരു നല്ല യോഗമാണ്. സൂര്യനും ബുധനും കൂടി വന്നാൽ അത് നിപുണ യോഗമാണ്. അതിനാൽ ചന്ദ്രനും ബുധനും കൂടി വന്നാൽ അപ്രകാരം തന്നെ നല്ലൊരു യോഗത്തിൻ്റെ ഉത്ഭവമാണ് ഈ യോഗത്തിലൂടെ സംജാതമാകുന്നത്. ഇവിടെ ചന്ദ്രനും ബുധനും ബലം വേണം, ഇല്ലെങ്കിൽ അതൊരു ഉന്മാദ യോഗമാണ്. ദുർബലനായ ചന്ദ്രൻ മൗഢ്യത്തോടുകൂടിയുള്ള ബുധനോടുകൂടിയൊക്കെ നിന്നാൽ അത് ഉന്മാദമാണ്, മനസ്സിന് ഭ്രമത്വം ഉണ്ടാക്കുന്ന യോഗത്തിലൊന്നാണ്. ഉന്മാദമാണ് അവിടെ. ഒരു മാനസികമായ സുഖം സ്വസ്ഥത ഉണ്ടാവില്ല, എപ്പോഴും പ്രയാസമായിരിക്കും, എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് ആ വ്യക്തി പോകും. അതിനാൽ ചന്ദ്രനും ബുധനും വളരെ ബലവാനായിരിക്കണം എന്ന് സാരം. ഈ യോഗത്തിൻ്റെ ഫലം, ദിഗ്രഹയോഗത്തിൻ്റെ ഫലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സഖ്യപ്രസിദ്ധമാക്കിയ അർത്ഥനിപുണം സൗഭാഗ്യ കീർത്യന്വിതം. ചന്ദ്രനും ബുധനും കൂടി അമ്മയും മകനുമാണ്. ചന്ദ്രൻ്റെ പുത്രനാണ് ബുധൻ, പക്ഷേ പരസ്പര ശത്രുക്കളാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ സജ്ഞഃ, അദ്ദേഹത്തിന് നല്ല അറിവുണ്ടാകുന്നു. ബലവാനായ ഗ്രഹങ്ങൾ ഒന്നിച്ചു വരികയാണെങ്കിൽ സജ്ഞഃ ജാനാതി ഇതി ജ്ഞഃ, ജ്ഞാനേന സഹ വർത്തതേതി സജ്ഞഃ. അറിവാണ് ജ്ഞഃ, ജ്ഞത്വം. അതിനോടുകൂടി പ്രത്യയം ചേരുമ്പോൾ സജ്ഞഃ, പ്രത്യേകിച്ചുള്ള വിശേഷിച്ചുള്ള അറിവുകളുണ്ടാകുന്നു. പ്രസ്യത വാക്യം, തൻ്റെ വാക്കുകൾക്ക് എപ്പോഴും സത്യസന്ധത പുലർത്താൻ കഴിയുന്നു. സൗഭാഗ്യ കീർത്യന്വിതം, ആ വ്യക്തി സൗഭാഗ്യവും കീർത്തിയോടും കൂടി ഇരിക്കുമെന്നാണ് ഫലം. ഇവിടെ മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ, ബുധനാണെങ്കിലോ ബുദ്ധികാരകനാണ്. അങ്ങനെ അപ്രകാരം ബുദ്ധിയും മനസ്സും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ മഹത്തായ ബലമാണ് ദിഗ്രഹയോഗത്തിൽ ഞാനിവിടെ വിവരിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ ജാതകം നോക്കുക. അതിൽ ചന്ദ്രനും ബുധനും തമ്മിലുള്ള യോഗമുണ്ടോ, അതിന് ബലമുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ജ്യോതിഷം. നമസ്തേ.